സംസ്ഥാനത്ത് നിപ്പ ബാധിച്ച് വീണ്ടും മരണം. ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. KMR കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. റിയാസ്, ഇതിനിടയിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. സാമ്പിളിനായി അയച്ച പരിശോധനാ ഫലം 7 പേർക്കും നിപ്പ നെഗറ്റീവ് എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 68-കാരനും നെഗറ്റീവാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് മന്ത്രിയുടെ വാക്കുകൾ? ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് ഇന്ന് സ്രവ പരിശോധന നടത്തിയ 7 പേരുടെയും ഫലം നെഗറ്റീവാണ്, നിപ നെഗറ്റീവാണ് എന്നുള്ള ഒരു ആശ്വാസകരമായ വിവരം തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. ഇതിൽ 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ പരിചരണ കേന്ദ്രത്തിലുമായി ചികിത്സയിലാണ്. അതിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നയാൾ എന്ന് പറയുന്നത് കുട്ടിയുമായി സമ്പർക്കമില്ലാതിരുന്ന 68-കാരനാണ്. അദ്ദേഹത്തിന് നിപ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സ്രവ പരിശോധന നടത്തിയത്. അത് ഉൾപ്പെടെയുള്ള ഇന്ന് പരിശോധനയ്ക്ക് അയച്ച 7 സ്രവങ്ങളുടെയും പരിശോധനാ ഫലം എന്ന് പറയുന്നത് നിപ നെഗറ്റീവ് ആണെന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ്. മറ്റൊന്ന് മന്ത്രി വ്യക്തമാക്കിയത് സമ്പർക്ക പട്ടികയെ കുറിച്ചാണ്. സമ്പർക്ക പട്ടികയുടെ എണ്ണം 330 വർദ്ധിച്ചിരിക്കുന്നു. 330 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 68 പേർ അതിൽ ആരോഗ്യ പ്രവർത്തകരാണ്. ഹൈറിസ്ക് കോണ്ടാക്റ്റിലുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അത് 101 പേരാണ്. ഇതിൽ തന്നെ പനി ബാധിച്ചവരുടെ പട്ടികയും തയ്യാറാക്കുന്നുണ്ട്. അത് ഇതിന് പുറമെയാണ്, ഈ പട്ടികയ്ക്ക് പുറമെയാണ് പനി ബാധിച്ചവരുടെ പട്ടിക തയ്യാറാക്കിയത്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ 307 വീടുകളിലും ആനക്കയം പഞ്ചായത്തിലെ 310 വീടുകളും സർവേ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ പനി ബാധിച്ചവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കിയത്. ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കി സാമൂഹ്യ അകലം പാലിച്ച് +1 അലോട്ട്മെന്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ തുടരും. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ കോളേജുകൾക്കുമെല്ലാം തന്നെ അവധിയുണ്ടാവും. സിനിമാ തിയേറ്ററുകൾ അടച്ചിടും. കടകളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിജപ്പെടുത്തിയ കാര്യവും തുടരും. മെഡിക്കൽ ഷോപ്പുകൾക്ക് മാത്രമാണ് ഇതിൽ നിന്നും ഒരു ഇളവുള്ളത്. കൂടാതെ മലപ്പുറത്തേക്ക് കേന്ദ്ര സംഘം വരുന്നു എന്നുള്ള ഒരു വിവരമുണ്ട്. അത് സംബന്ധിച്ച് മന്ത്രി പറഞ്ഞത് തനിക്ക് അതേക്കുറിച്ച് അറിയില്ല, കാരണം താൻ നിരന്തരമായ യോഗങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സർക്കാരിനെ കേന്ദ്ര സംഘം വിവരം അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യം തനിക്കറിയില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. കേന്ദ്ര സംഘം അടുത്ത ദിവസം എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു വിവരമാണ്. ഒരു വലിയ ദുഃഖവാർത്തയ്ക്കിടയിലും നമുക്ക് നൽകാൻ സാധിക്കുന്നത് 7 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. അതിൽ ഈ കുട്ടിയുമായി സമ്പർക്കമില്ലാതിരുന്ന 68-കാരന്റെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയിരിക്കുന്നു എന്ന ആശ്വാസകരമായ ഒരു വാർത്ത. അതുകൊണ്ട് മാത്രം നിപ ഭീതി കുറയുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ പെടുന്നുണ്ട് എന്നും മന്ത്രി പറയുകയുണ്ടായല്ലോ. ഇനി നാളെ അടക്കം വീടുകൾ കയറിയുള്ള ഒരു സർവേ ഒക്കെ നടത്തുമെന്നും പറയുന്നുണ്ടല്ലേ. എത്തരത്തിലായിരിക്കും ആരോഗ്യ പ്രവർത്തനം ഇനി മുന്നോട്ട് പോവുക? ഏതായാലും ഈ ആനക്കയം പഞ്ചായത്തിലും പാണ്ടിക്കാട് പഞ്ചായത്തിലും എല്ലാം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിൽ അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഒരു സർവേ നടത്തുക എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അത് പ്രധാനമായും പരിസരത്തെ തൂർ, കീഴാറ്റൂർ എന്നീ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന കാര്യം മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ തുടരും എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ ആശങ്ക പൂർണ്ണമായും അകന്നിട്ടില്ലെങ്കിലും ഒരു ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വ്യക്തമാണ്. എന്തായാലും ഇന്ന് സ്രവം പരിശോധിച്ച 7 പേർക്കും നിപ്പ നെഗറ്റീവ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടിയുമായി സമ്പർക്കമില്ലാത്ത 68-കാരനും ഫലം നെഗറ്റീവാണ്. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എന്നാലും ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നാളെ മുതൽ വീടുകൾ കയറിയുള്ള ഒരു സർവേ നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. 330 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും പറയുന്നുണ്ട്. ഇതിൽ 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ പ്പെടുന്നവരാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു.